നമസ്കാരം. മഞ്ചേരിയിലെ പൊതുസമ്മേളനത്തിൽ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പുതിയ സാമൂഹ്യ സംഘടനയുടെ നയം പ്രഖ്യാപിച്ച് പി.വി. അൻവർ എം.എൽ.എ. ജനാധിപത്യ സോഷ്യലിസ്റ്റ് നയത്തിലൂന്നിയാകും ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന സംഘടന പ്രവർത്തിക്കുക. പ്രവാസികൾക്ക് വോട്ടവകാശം ഉറപ്പാക്കാനും ജാതി സെൻസസ് നടത്താനായും പോരാട്ടം നടത്തും. രാഷ്ട്രത്തിന്റെ ഐക്യമാണ് സംഘടനയുടെ ലക്ഷ്യം. മലബാറിനോടുള്ള അവഗണനയ്ക്കെതിരെ പോരാടും. മലപ്പുറം, കോഴിക്കോട് ജില്ലകൾ വിഭജിച്ച് 15ാമത്തെ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യത്തിനായി പോരാടും. വിദ്യാഭ്യാസ മേഖലയിലും മാറ്റം വേണം. സർക്കാർ സ്കൂളുകളിലെ അധ്യാപകർ സ്വന്തം കുട്ടികളെ സർക്കാർ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നില്ലെങ്കിൽ അവരുടെ ശമ്പളത്തിന്റെ 20% അതത് സ്കൂളിലെ BPL വിദ്യാർത്ഥികൾക്കായി മാറ്റിവെക്കണം. വിദ്യാഭ്യാസ വായ്പകൾ എഴുതിത്തള്ളണം. സംരംഭ സംരക്ഷണ നിയമം നടപ്പിലാക്കണം. ഫലസ്തീനോടുള്ള സമീപനം കേന്ദ്ര സർക്കാർ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിക്കണമെന്ന് ആവശ്യപ്പെടും. എല്ലാ പൗരന്മാർക്കും രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക നീതിയാണ് ലക്ഷ്യമിടുന്നതെന്നുമാണ് പ്രഖ്യാപനം. വിശ്വാസത്തിലുള്ള സ്വാതന്ത്ര്യം, സമത്വം എന്നിവ സാക്ഷാത്കരിക്കാനുള്ള സാമൂഹ്യ മുന്നേറ്റമാണ് സംഘടനയുടെ ലക്ഷ്യം. ഇന്ത്യൻ ജനാധിപത്യത്തിന് കാവൽ ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള ഭരണഘടന സംരക്ഷണ പ്രസ്ഥാനമായി നിലകൊള്ളും. സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യ സോഷ്യലിസ്റ്റ് നയം നടപ്പാക്കിയാണ് ലക്ഷ്യം. ദേശീയ പാരമ്പര്യത്തിലും ഫെഡറലിസത്തിലും അധിഷ്ഠിതമായ ജനാധിപത്യ കാഴ്ചപ്പാടാകും DMK മുന്നോട്ട് വയ്ക്കുക. കേരളത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക വിഭജനം കണ്ടെത്തി പരിഹരിക്കുകയാണ് സംഘടനയുടെ നയമെന്നും വിശദീകരിക്കുന്നുണ്ട്. ജാതി സെൻസസ് നടത്തണം. പ്രവാസികൾക്ക് വോട്ടവകാശം. വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതാത് രാജ്യങ്ങളിൽ വെച്ച് വോട്ട് ചെയ്യാൻ ബാലറ്റ് നടപ്പാക്കണം. മലബാറിനോടുള്ള അവഗണന അവസാനിപ്പിക്കണം. മലപ്പുറം ജില്ല വിഭജിച്ച് 15ാമത്തെ ജില്ല പ്രഖ്യാപിക്കണം തുടങ്ങിയവയാണ് DMKയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹ്യ നീതി, ജനാധിപത്യത്തിന് ജാഗ്രതയുള്ള കാവൽ, കുട്ടികൾക്കും സ്ത്രീകൾക്കും സുരക്ഷ, മലബാറിനോടുള്ള അവഗണന നിർത്തണം, സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കണം, സംരംഭക സംരക്ഷണ നിയമം നടപ്പിലാക്കണം, സ്കൂൾ സമയം 8 മണി മുതൽ 1 മണി വരെ ആക്കണം, ആരാധനയ്ക്കും വിശ്വാസത്തിനും സ്വാതന്ത്ര്യം, സാമൂഹ്യനീതി, ജാതി സെൻസസിലൂടെ തുടങ്ങിയവയാണ് നയരേഖയിലെ പ്രധാന കാര്യങ്ങൾ. കോരിച്ചൊരിയുന്ന മഴയ്ക്കിടെ മഞ്ചേരിയിലെ പൊതുസമ്മേളന വേദിയിലെത്തിയ അൻവറിനെ മുദ്രാവാക്യം വിളികളോടെയാണ് പ്രവർത്തകർ സ്വീകരിച്ചത്. DMKയുടെ കൊടികെട്ടിയും ഷാളണിഞ്ഞും അൻവറിന് പിന്തുണയുമായി 100 കണക്കിന് പേരാണ് മഞ്ചേരിയിലേക്ക് എത്തിയത്. എന്നാൽ പ്രവർത്തകർ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് പാർട്ടിയുടെ അറിവോടെ അല്ലെന്നാണ് DMKയുടെ വിശദീകരണം. DMK മുന്നണിയിലെ പ്രധാന കക്ഷിയാണ് CPM എന്നും അവരെ പിണക്കുന്ന നയം സ്വീകരിക്കില്ലെന്നും അൻവറിന്റെ പൊതുസമ്മേളനത്തിന് മുന്നോടിയായി DMK വ്യക്തമാക്കിയിരുന്നു. അതേസമയം സംസ്ഥാനത്തെ DMK നേതാക്കളുടെ വീടുകളിൽ പോലീസ് എത്തിയെന്ന് പൊതുസമ്മേളന വേദിയിലേക്ക് വീട്ടിൽ നിന്നും തിരിക്കവെ P.V. അൻവർ ആരോപിച്ചു. സ്വർണ്ണക്കടത്തിൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാണ് പോലീസ് എത്തിയത്. ഇങ്ങനെയൊക്കെ തോൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഗതാഗത നിയന്ത്രണത്തിന്റെ പേരിൽ പോലീസ് വാഹനങ്ങൾ തടയുകയാണെന്നും അൻവർ ആരോപിച്ചു. DMKയുടെ തീരുമാനം കാത്തിരുന്ന് കാണാമെന്നും അൻവർ വിശദീകരിച്ചു. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി DMK പതാകയുമായി പ്രവർത്തകർ അൻവറിന്റെ വീടിന് മുന്നിലും എത്തിയിരുന്നു. നീലഗിരിയിലുള്ള DMK പ്രവർത്തകർ യോഗത്തിനെത്തിയിട്ടുണ്ട്. ഇവർക്ക് വഴിക്കടവിൽ അൻവർ അനുകൂലികൾ സ്വീകരണമൊരുക്കിയിരുന്നു. മാധ്യമങ്ങളോട് സംസാരിക്കവേ അപ്പുറം പാക്കലാം തമ്പി എന്ന് സംസാരിച്ചുകൊണ്ടാണ് അൻവർ രംഗത്ത് വന്നത്. സമ്മേളന വേദിയിലും ഒരു DMK ശൈലിയാണുള്ളത്. DMK ഷാളുകളും പതാകകളും ഏന്തിയാണ് അനുയായികൾ സമ്മേളനത്തിന് എത്തിയത്. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന തങ്ങളുടെ സംഘടന നിലവിൽ സാമൂഹ്യ കൂട്ടായ്മയാണെന്നും രാഷ്ട്രീയ പാർട്ടി അല്ലെന്നുമാണ് ഇന്ന് P.V. അൻവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതേസമയം കേരള DMK ഉണ്ടാക്കി പാർട്ടിയിലോ മുന്നണിയിലോ കയറാനുള്ള അൻവറിന്റെ നീക്കത്തിന് തിരിച്ചടി സംഭവിക്കുകയും ചെയ്തു. കേരളത്തിലെ LDF പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളെ എടുക്കുന്നത് മുന്നണി മര്യാദയ്ക്ക് വിരുദ്ധമാണെന്നാണ് DMK വക്താവ് TKS ഇളങ്കോവൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. വിഷയത്തിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രി സ്റ്റാലിൻ എടുക്കുമെന്നും ഇളങ്കോവൻ വ്യക്തമാക്കി. അൻവറുമായി ചെന്നൈയിൽ DMK നേതാക്കൾ ചർച്ച നടത്തിയിരുന്നു. ചർച്ചയുടെ വിവരങ്ങൾ പുറത്തുവിടുന്നത് ശരിയല്ലാത്തതിനാൽ മാധ്യമങ്ങളോട് വിശദീകരിക്കാൻ തയ്യാറല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു.